ഹായ് എല്ലാവർക്കും ന്യൂമിസ്മാറ്റിക്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ജോർജ് അഞ്ചാമൻ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ നിലവിലുണ്ടായിരുന്ന ബ്രിട്ടീഷിൻ്റെ കാലത്ത് നിലവിലുണ്ടായിരുന്ന 2 അണാസ് നാണയമാണ്. അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു പ്രൈസിൽ ലഭിക്കാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നാണയങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. നമുക്ക് ആ ഒരു 2 അണാസ് നാണയങ്ങളൊന്ന് പരിചയപ്പെടാം. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന നാണയങ്ങൾ ഈ ഒരു ടൈപ്പ് ഓഫ് നാണയങ്ങളാണ്. 2 അണാസ് ബ്രിട്ടീഷിൻ്റെ കാലത്ത് നിലവിലുണ്ടായിരുന്ന ജോർജ് അഞ്ചാമൻ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ നിലവിലുണ്ടായിരുന്ന 2 അണാസ് നാണയങ്ങളാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു കണ്ടീഷൻ നാണയങ്ങളാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. എൻ്റെ കളക്ഷനിലേക്ക് ഈ ഒരു നാണയങ്ങൾ ഉണ്ട്. എന്നാലും എനിക്ക് കുറച്ച് നാണയങ്ങൾ കൂടി എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ എൻ്റെ കളക്ഷനിലേക്ക് ആഡ് ചെയ്തതാണ്. അത്യാവശ്യം നല്ലൊരു കണ്ടീഷനാണ്. അതുപോലെ തന്നെ ഈ ഒരു നാണയത്തിനൊക്കെ ഇപ്പോൾ അത്യാവശ്യം മാർക്കറ്റിൽ നല്ലൊരു പ്രൈസിന് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു നാണയം ബ്രിട്ടീഷിൻ്റെ കാലത്ത് നിലവിലുണ്ടായിരുന്ന ജോർജ് അഞ്ചാമൻ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ നിലവിലുണ്ടായ നാണയമാണ്. ഏകദേശം 1918 മുതൽ 1936 വരെ നിലവിലുണ്ടായിരുന്ന നാണയങ്ങളാണ്. ഈ ഒരു നാണയത്തിൻ്റെ വാല്യൂ വരുന്ന 2 അണാസ് എന്നാണ്. 2 അണാസ് എന്ന് പറയുമ്പോൾ 1 രൂപയെ 8ആയിട്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന ഒരു സംഖ്യയാണ് അന്നവർ 2 അണാസായിട്ട് ഉപയോഗിച്ചിരുന്നത്. ഈ ഒരു നാണയം നിർമ്മിച്ചിരിക്കുന്നത് കോപ്പർ നിക്കൽ എന്നുള്ള മെറ്റൽ ഉപയോഗിച്ചാണ് ഈ ഒരു നാണയം നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഒരു നാണയത്തിൻ്റെ വെയിറ്റ് വരുന്നത് 5.7 ഗ്രാം ആണ്. ഈ ഒരു നാണയത്തിൻ്റെ സൈസ് വരുന്നത് 25.3 mm ആണ്. ഈ ഒരു നാണയത്തിൻ്റെ ഷേപ്പ് വരുന്നത് സ്ക്വയർ ആയിട്ടുള്ളൊരു ഷേപ്പും പിന്നെ റൗണ്ട് ആയിട്ടുള്ള ഒരു കോർണർ ഷേപ്പാണ് വരുന്നത്. നമുക്കിങ്ങനെ നോക്കിയാൽ മനസ്സിലാവും ഒരു സ്ക്വയർ ആയിട്ടുള്ളൊരു ഷേപ്പും അതുപോലെ തന്നെ 4 സൈഡ് നമുക്ക് കോർണർ ആയിട്ടുള്ളൊരു എഡ്ജും ഉണ്ടായിരിക്കും. നമുക്കിങ്ങനെ നോക്കിയാൽ മനസ്സിലാവും 1, 2, 3, 4 എന്നിങ്ങനെയുള്ളൊരു 4 എഡ്ജും ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു നാണയത്തിൻ്റെ എഡ്ജ് വരുന്നത് പ്ലെയിൻ ആയിട്ടുള്ള എഡ്ജാണ്. നമുക്കിവിടെ നോക്കിയാൽ മനസ്സിലാവും ഈ ഒരു ടൈപ്പ് ഓഫ് എഡ്ജാണ് ഈ ഒരു നാണയത്തിന് വരുന്നത്. ഇനി നമുക്ക് ഈ ഒരു നാണയത്തിൻ്റെ മറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും പരിചയപ്പെടാം. അപ്പോൾ ഈ ഒരു നാണയത്തിൻ്റെ മുൻവശം വരുന്ന ഡീറ്റെയിൽസ് നമുക്ക് ആദ്യം പരിചയപ്പെടാം. ഈ ഒരു നാണയത്തിൻ്റെ മുൻവശം ഈ ഒരു ഭാഗമാണ്. നാണയത്തിൻ്റെ മുൻവശം നമുക്ക് സെൻട്രായിട്ടിനെ ജോർജ് അഞ്ചാമൻ അദ്ദേഹം ലെഫ്റ്റ് സൈഡിലേക്ക് ഫേസ് ചെയ്തിരിക്കുന്ന ഒരു ഹെഡിൻ്റെ പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. മുകളിൽ തന്നെ സർക്കിളിൽ അതായത് ഹാഫ് സർക്കിളിൽ ജോർജ് 5 കിങ് എംപറർ എന്നുള്ള ഇംഗ്ലീഷ് ലെറ്റർ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഈ ഒരു നാണയത്തിൻ്റെ വർഷം രേഖപ്പെടുത്തിയിരിക്കുന്ന 2 സ്ഥലങ്ങളിലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ്. ഇപ്പോൾ പരിചയപ്പെടുന്ന ഈ ഒരു നാണയം 1919 നാണയമാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും 19 എന്ന അക്കം ലെഫ്റ്റ് സൈഡും 19 എന്നൊക്കെയുള്ള അക്കം റൈറ്റ് സൈഡുമാണ്. അപ്പോൾ 2 സ്ഥലങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് ഈ ഒരു നാണയത്തിൻ്റെ വർഷം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏറ്റവും താഴെയായിട്ട് ഇന്ത്യ എന്നുള്ള ഇംഗ്ലീഷ് ലെറ്ററും കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു നാണയത്തിൻ്റെ മുൻവശം വരുന്ന ഡീറ്റെയിൽസ്. ഇനി നമുക്ക് ഈ ഒരു നാണയത്തിൻ്റെ പുറകുവശം ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഈ ഒരു നാണയത്തിൻ്റെ പുറകുവശം ഈ ഒരു ഭാഗമാണ്. നാണയത്തിൻ്റെ പുറകുവശം നമുക്ക് സെൻട്രായിട്ടിനെ ഈ ഒരു നാണയത്തിൻ്റെ വാല്യൂ 2 അണാസ് എന്നാണ്. അപ്പോൾ 2 എന്ന അക്കം ഇവിടെ സെൻറ്റർ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഏറ്റവും താഴെയായിട്ട് അണാസ് എന്നുള്ള ഇംഗ്ലീഷ് ലെറ്ററും കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് കൊടുത്തിരിക്കുന്ന ഒരു സ്ക്വയർ ആയിട്ടുള്ള ഒരു ബോർഡറിനകത്തായിട്ടാണ്. ഔട്ട് സൈഡ് 4 ഡിഫറെൻറ്റ് ലാംഗ്വേജസിൽ അതായത് 1, 2, 3, 4 എന്നിങ്ങനെയുള്ള 4 ഡിഫറെൻറ്റ് ലാംഗ്വേജസിൽ ഈ ഒരു നാണയത്തിൻ്റെ വാല്യൂ 2 അണാസ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു നാണയം ബോംബെ, കൽക്കട്ട എന്നിങ്ങനെയുള്ള 2 സ്ഥലങ്ങൾ മാത്രമാണ് മിൻറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കൽക്കട്ട മിൻറ്റ് മാർക്കാണെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ട് ഏതൊരുവിധ മിൻറ്റ് മാർക്ക് ഡീറ്റെയിൽസും ഉണ്ടായിരിക്കുന്നില്ല. ഞാൻ ഈ പെൻസിൽ മാർക്ക് ചൂണ്ടിരിക്കുന്ന ഈ ഒരു ഭാഗത്തായിട്ട് ഏതൊരുവിധ മിൻറ്റ് മാർക്ക് ഡീറ്റെയിൽസും ഉണ്ടായിരിക്കുന്നില്ല. ഇനി ബോംബെ മിൻറ്റ് മാർക്കിൽ മിൻറ്റ് ചെയ്യുന്ന നാണയമാണെങ്കിൽ നമുക്ക് ഞാൻ കാണിച്ചിരിക്കുന്നത് അതായത് കൽക്കട്ട മിൻറ്റ് മാർക്ക് നമുക്ക് ഏതൊരുവിധം മിൻറ്റ് മാർക്കും ഉണ്ടായിരിക്കുന്നില്ല. ഇനി ബോംബെ മിൻറ്റ് മാർക്കാണെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു ഡോട്ട് മിൻറ്റ് മാർക്ക് ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും ചെറിയൊരു ഡോട്ട് മിൻറ്റ് മാർക്ക് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു നാണയം ബോംബെ മിൻറ്റ് മാർക്കിൽ മിൻറ്റ് ചെയ്യുന്ന നാണയം. ഞാൻ ആദ്യം പരിചയപ്പെടുത്തിയ ഈ ഒരു നാണയം കൽക്കട്ട മിൻറ്റ് മാർക്കിൽ മിൻറ്റ് ചെയ്യുന്ന നാണയമാണ്. ആദ്യം പരിചയപ്പെടുത്തിയ ഈ ഒരു നാണയം കൽക്കട്ട മിൻറ്റ് മാർക്കിൽ മിൻറ്റ് ചെയ്യുന്ന നാണയമാണ്. ഏതൊരുവിധ മിൻറ്റ് മാർക്ക് ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കുന്നില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു നാണയത്തിൻ്റെ മുൻവശം പുറകുവശം വരുന്ന ഡീറ്റെയിൽസ്. ഇനി നമുക്ക് ഈ ഒരു നാണയത്തിൻ്റെ വാല്യൂ നോക്കാം. അപ്പോൾ 2 അണാസ് ബ്രിട്ടീഷിൻ്റെ കാലത്ത് നിലവിലുണ്ടായിരുന്ന ജോർജ് അഞ്ചാമൻ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ നിലവിലുണ്ടായിരുന്ന 2 അണാസ് ഈ ഒരു നാണയങ്ങളെല്ലാം കോമൺ കാറ്റഗറിയിലാണെങ്കിലും സ്കാർസിൻ്റെ വില വരുന്നുണ്ട്. ഏകദേശം ഒരു 500 രൂപ മുതൽ നല്ലൊരു UNC കണ്ടീഷൻ നാണയത്തിന് 7000, 8000 രൂപയ്ക്ക് മാർക്കറ്റ് വാല്യൂ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു നാണയങ്ങളൊക്കെ എൻ്റെ കളക്ഷൻ ഉണ്ടായിരുന്നു. ഞാൻ കുറച്ചും കൂടെ എനിക്ക് വില കുറഞ്ഞ രീതിയിൽ ഈ ഒരു നാണയങ്ങൾ കിട്ടിയപ്പോൾ ഞാൻ മേടിച്ചതാണ്. ഇപ്പോൾ ഈ ഒരു നാണയത്തിനൊക്കെ മാർക്കറ്റിൽ അത്യാവശ്യം വില കുറഞ്ഞ രീതിയിലും കിട്ടുന്നുണ്ട്, വില കൂടുതലുള്ള രീതിയിലും കിട്ടുന്നുണ്ട്. നല്ല കണ്ടീഷൻ നാണയങ്ങൾക്ക് അതിനനുസരിച്ചുള്ള വില വരുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ പരിചയപ്പെടുത്തിയ ഈ ഒരു നാണയങ്ങളെല്ലാം കോമൺ കാറ്റഗറിയിലാണെങ്കിലും സ്കാസിൻ്റെ വില വരുന്നുണ്ട്. സ്കാസിൻ്റെ വില എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 150 രൂപ മുതൽ 200 രൂപ വരെയൊക്കെ മാർക്കറ്റ് വാല്യൂ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ എനിക്ക് കുറച്ച് റയർ കാറ്റഗറി നാണയങ്ങൾ കിട്ടിയായിരുന്നു. അപ്പോൾ ഇത് റയർ കാറ്റഗറി നാണയമാണ്. 2 അണാസ് 1900 നമുക്കൊന്ന് വർഷം നോക്കി നോക്കാം. 1923 ഈ ഒരു നാണയം റയർ കാറ്റഗറി ഒരു നാണയമാണ്. ബോംബെ മിൻറ്റ് മാർക്കിൽ മിൻറ്റ് ചെയ്യുന്ന നാണയമാണ്. നമുക്ക് ഇവിടെ നോക്കി മനസ്സിലാവും ബോംബെ മിൻറ്റ് മാർക്കിൽ മിൻറ്റ് ചെയ്യുന്ന നാണയമാണ്. ഈ ഒരു നാണയത്തിൻ്റെ നല്ലൊരു UNC കണ്ടീഷൻ നാണയത്തിന് ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം ഒരു 7000, 8000 രൂപയ്ക്ക് മാർക്കറ്റ് വാല്യൂ വരുന്നുണ്ട്. ഈ ഒരു നാണയം അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു കണ്ടീഷൻ നാണയമാണ്. അത്രയും നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഒരു എക്സ്ട്രാ ഫൈൻ നാണയമാണ്. ഈ ഒരു നാണയം 1924 നാണയമാണ്. റയർ കാറ്റഗറി ഒരു നാണയമാണ്. നമുക്കിവിടെ നോക്കി മനസ്സിലാവും റയർ കാറ്റഗറി നാണയമാണ്. ഈ ഒരു നാണയം ബോംബെ മിൻറ്റ് മാർക്കിൽ മിൻറ്റ് ചെയ്യുന്ന നാണയമാണ്. അത്യാവശ്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു പ്രൈസ് അതായത് 500 രൂപ മുതൽ നല്ലൊരു UNC കണ്ടീഷൻ നാണയത്തിന് 7000, 8000 രൂപയൊക്കെ മാർക്കറ്റ് വാല്യൂ വരുന്നുണ്ട്. ഈ ഒരു നാണയം 1926 നാണയമാണ്. റയർ കാറ്റഗറി നാണയമാണ്. ബോംബെ മിൻറ്റ് മാർക്കിൽ മിൻറ്റ് ചെയ്ത 2 അണാസ് നാണയമാണ്.
ഈ ഒരു നാണയത്തിനും അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു വാല്യൂ തന്നെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു നാണയം 1920 നാണയമാണ്. ഈ ഒരു നാണയം ബോംബെ മിൻറ്റ് മാർക്കിൽ മിൻറ്റ് ചെയ്ത നാണയമാണ്. ഈ ഒരു നാണയം കൽക്കട്ട മിൻറ്റ് മാർക്കിൽ മിൻറ്റ് ചെയ്ത നാണയമാണ്. ഏതൊരുവിധ മിൻറ്റ് മാർക്ക് ഡീറ്റെയിൽസ് ഈ ഒരു ഭാഗത്തായിട്ട് ഉണ്ടായിരിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു നാണയം റയർ കാറ്റഗറി ഒരു നാണയമാണ്. അപ്പോൾ എനിക്ക് ഇത്രയും നാണയങ്ങൾ മേടിച്ചപ്പോൾ എനിക്ക് ഏകദേശം ഒരു 4 നാണയങ്ങളോളം റയർ കാറ്റഗറി ഒരു നാണയങ്ങൾ കിട്ടിയായിരുന്നു. അപ്പോൾ ഈ ഒരു 4 നാണയങ്ങളും റയർ കാറ്റഗറി നാണയമാണ്. അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു കണ്ടീഷൻ നാണയത്തിന് ഏകദേശം നമുക്കൊരു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 500 രൂപ മുതൽ ഒരു നല്ലൊരു UNC കണ്ടീഷൻ നാണയം നിങ്ങളുടെ കൈവശം ഉണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു നാണയങ്ങൾക്ക് 7000 രൂപയൊക്കെ മാർക്കറ്റ് വാല്യൂ ലഭിക്കുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള റയർ കാറ്റഗറി നാണയങ്ങളാണ്. ഈ ഒരു നാണയങ്ങൾ ആദ്യം പരിചയപ്പെടുത്തിയ ഈ ഒരു നാണയങ്ങൾ കോമൺ കാറ്റഗറി വരുന്ന നാണയങ്ങളാണെങ്കിൽ പോലും നല്ലൊരു കണ്ടീഷൻ നാണയത്തിന് ഒരു വെരി ഫൈൻ കണ്ടീഷൻ നാണയത്തിന് തന്നെ ഇപ്പോൾ ഏകദേശം ഒരു 75 രൂപ 80 രൂപ മാർക്കറ്റ് വാല്യൂ ഒക്കെ വരുന്നുണ്ട്. നല്ലൊരു UNC കണ്ടീഷൻ നാണയത്തിന് അത്യാവശ്യം അതിനനുസരിച്ചുള്ള മാർക്കറ്റ് വാല്യൂ ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ള നാണയങ്ങളൊക്കെ നിങ്ങളുടെ കളക്ഷനിലുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങളുടെ കളക്ഷനിലേക്ക് ഈ ഒരു നാണയം കിട്ടിയിട്ടില്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ ഒരു നാണയങ്ങളൊക്കെ കളക്ഷൻ ചെയ്യാൻ ശ്രമിക്കുക. ഈ ഒരു നാണയങ്ങൾക്ക് ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് കുറഞ്ഞൊരു വിലക്കുറവിലൊക്കെ നമുക്ക് കിട്ടാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കുക. കിട്ടുവാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കളക്ഷനിലേക്ക് ഈ ഒരു നാണയം ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.